സച്ചിൻ ടെണ്ടുൽക്കർ പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുന്നു തത്സമയം. ഇവിടെ ഇപ്പോൾ ബഹുമാന്യരായ സച്ചിൻ ടെണ്ടുൽക്കർ, ചിരഞ്ജീവി, നാഗാർജുന, അരവിന്ദ്, പ്രസാദ്, ഇത്രയും ആളുകളുമായി ഇവരെല്ലാമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പ്രധാനികൾ. ഇവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. സച്ചിൻ നേരത്തെ അതിലുണ്ട്, എന്നാൽ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ അതിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ഇവർ രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇളം പ്രായത്തിൽ തന്നെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി ഇവിടെ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് അവർ പൂർണ്ണമായും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം അക്കാദമികൾ ആരംഭിക്കാൻ കഴിയും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഞങ്ങളൊരു അഭ്യർത്ഥന ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുന്നിൽ വെച്ചു. നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന് ഇതിൻ്റെയെല്ലാം ഉപഭോഗം വല്ലാതെ വർദ്ധിക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രചരണ പരിപാടികളിൽ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തീർത്തും മുക്തനായി നേരത്തെ തന്നെ നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് സന്തോഷപൂർവ്വം അതുമായി സഹകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കാമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി എന്നാണ് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ സച്ചിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിരിക്കും താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലത്. പ്ലീസ്.